നമുക്കറിയാം എന്തൊക്കെ പരമ്പരാഗത വ്യവസായങ്ങളാണ് നമുക്കുണ്ടായിരുന്നത് അല്ലേ. പക്ഷേ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പലയിടത്തും പുതിയ തലമുറയുടെ കടന്നുവരവ് ഇല്ലാതായതോടെ പല തൊഴിൽ മേഖലകളും അന്യം നിന്നു പോകുന്ന അവസ്ഥയാണുള്ളത്. അതിലൊന്നാണ് കള്ളുചെത്ത് വ്യവസായം. നല്ല വരുമാനം ലഭിക്കും, പക്ഷേ പുതിയ തലമുറ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഈ മേഖല വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. എന്തൊക്കെയാണ് ആ പ്രതിസന്ധി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമസ്കാരം. നമ്മളങ്ങനെ എത്തി നിൽക്കുകയാണ്. എന്താ സംഭവം എന്നല്ലേ, ഇതൊരു പനയാണ്. ഇപ്പം നല്ല വൈകുന്നേരത്തെ അന്തിക്കൾ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. എൻ്റെ അച്ഛനൊരു ചെത്തുകാരനായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ചെത്തിയിട്ടില്ല. പക്ഷേ ഈ കള്ളുചെത്ത് മേഖലയിൽ വ്യവസായം ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്, ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം, എങ്ങനെയാണ് കള്ള് ചെത്തുന്നതെന്നറിയണം. അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ഒരു 3 പതിറ്റാണ്ടായി കള്ളുചെത്ത് വ്യവസായത്തിലൂടെ മുമ്പോട്ട് പോകുന്ന സോൾച്ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ നമ്മൾ നേരെ പനയുടെ മണ്ടയിൽ കള്ളി ചെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം രാവിലെ വൈകിട്ട് എത്ര സമയം ഇങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യും? രണ്ടുപേരും കയറി ഇറങ്ങും. എങ്ങനെയാ ഈ കള്ള് ലാഭമാണ്? ലാഭകരമാണ്. പിന്നെ എന്താ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഇതിനുള്ളത്? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പുതിയ ആളുകളാരും ചെത്താൻ വരുന്നില്ല. അങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധിയാണ്. പനയുടെ എണ്ണം കുറവാണ്. പനയില്ല, വളരെ പനയില്ല. അങ്ങനെ ഇത് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കള്ളിയത്ത് വ്യവസായം അന്യം നിന്ന് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. കാരണം പുതിയ തലമുറകൾ ആരും ഇത് ഏറ്റെടുക്കുന്നില്ല, വരില്ല. പക്ഷെ എന്നാൽ നന്നായി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണ്. നേരത്തെ ഏറ്റവും കൂടുതൽ തെങ്ങ് ചെത്ത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഈ ഭാഗത്തെങ്ങും ഇല്ല. തെങ്ങെല്ലാം കേടായി. നമ്മള് താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ്. സോൾച്ചേട്ടാ, എത്ര അടി പൊക്കം കാണും? 60 അടി മുകളിലുണ്ട്. പുതിയ തലമുറ ഈ വ്യവസായത്തിലേക്ക് വരുന്നില്ല, അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2 പന ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. എന്തായിരുന്നാലും ഇതിൽ നിന്ന് മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്ന് വർഷങ്ങളായി നിൽക്കുന്ന സോൾച്ചേട്ടനടക്കം പറയുന്നുണ്ട്. പക്ഷേ മറ്റു വലിയ പ്രതിസന്ധിയും ഈ കള്ളിയത്ത് വ്യവസായം നേരിടുന്നുണ്ട്. ഈ ഷാപ്പ് ലേലത്തിലെടുത്തിരിക്കുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കള്ളുകൊണ്ട് അവിടെ നടന്നിട്ട് അവിടുത്തെ പ്രതിസന്ധി എന്താണ് കൂടെ ഒന്ന് ചോദിക്കാം. ഓക്കെ. നമ്മൾ കള്ള് ചെത്തി കൊണ്ടുവന്ന് ഇതുണ്ടോ അളന്ന് ഇപ്പോൾ സോൾച്ചേട്ടൻ പോയിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മൾ മുമ്പേ കേട്ടിരുന്നു ഈ കള്ളുചെത്ത് തൊഴിലാളികളുടെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത്. ഈ ഷാപ്പ് ഉടമകൾ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ VS ബിജു ഈ ഷാപ്പിന്റെ ഉടമയാണ്. ഈ കള്ളുചെത്ത് വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് തൊഴിലാളികൾ തന്നെ പറയുന്നു. അപ്പം നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ്? ഇതിൻ്റെ ഈ കള്ള് ചെത്താനായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കാലാവസ്ഥ കാരണം വൃക്ഷങ്ങളിൽ നിന്നും കള്ളുൽപാദനം വളരെ കുറവാണ്.
അപ്പോൾ ഈ രംഗത്തേക്ക് അതുകൊണ്ട് ഈ ഉൽപ്പാദനം കുറവായതുകൊണ്ടും ഇത് ചെത്തിക്കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയല്ലാത്തതുകൊണ്ടും ആളുകൾ വരാൻ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരാനായിട്ട്. ടൂറിസം രംഗത്തേക്കൊക്കെ നല്ല റെസ്റ്റോറൻറ്റുകളാക്കി മാറ്റി ഷാപ്പുകളെ ആ തരത്തിൽ പരിപോഷിപ്പിക്കുന്നതിന് സർക്കാരിൻ്റെയൊക്കെ ഇടപെടലുണ്ടായാൽ വലിയ മാറ്റവും മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയും. അത് ടൂറിസം മേഖലയ്ക്കൊക്കെ മുതൽക്കൂട്ടാക്കുവാൻ കഴിയും എന്നാണ് ഷാപ്പ് ഉടമകൾ പറയുന്നത്. എന്തായിരുന്നാലും നമുക്ക് മറ്റൊരു കാഴ്ച തേടിയുള്ള യാത്ര ഇവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.